ക്ഷേമ പെൻഷൻ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ 24 പുറത്തുവിടുകയാണ്. ചിലർ ഒരേ സമയം വിധവാ പെൻഷനും അവിവാഹിതർക്കുള്ള പെൻഷനും വാങ്ങിയെന്നാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. മരിച്ചവരുടെ പേരിൽ ദീർഘകാലം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തെന്നും കണ്ടെത്തലുണ്ട്. 24 എക്സ്ക്ലൂസീവ്. സർക്കാർ ജീവനക്കാരിൽ ഒതുങ്ങില്ല സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് കഥകൾ. 2023 സെപ്റ്റംബറിൽ CAG സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് ഗുരുതരമായ കണ്ടെത്തലുകൾ. സംസ്ഥാനത്ത് മരണപ്പെട്ടവരുടെ പേരുകൾ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാതെ ദീർഘകാലം അവരുടെ പേരിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു. മരിച്ചവരുടെ പട്ടികയിൽ 4039 പേരുകൾ പരിശോധിച്ചതിൽ 1698 പേർക്കും പെൻഷൻ വിതരണം ചെയ്തതായി കണ്ടെത്തി. ഇതിൽ മാത്രം നഷ്ടം 2,63 ലക്ഷം രൂപ. തീർന്നില്ല, ഒരേ സമയം വിധവാ പെൻഷനും അവിവാഹിതർക്കുള്ള പെൻഷനും വാങ്ങുന്ന വനിതകളുണ്ടെന്നും കണ്ടെത്തി. ഇത്തരത്തിൽ 13 കേസുകളാണ് കണ്ടെത്തിയത്. ഭർത്താവ് മരിക്കാത്തവരും വിവാഹമോചനം നേടാത്തവരും വരെ വിധവാ പെൻഷൻ പട്ടികയിൽ കടന്നുകൂടി. വിധവാ പെൻഷൻ ക്രമക്കേടിൽ മാത്രം 1,80 ലക്ഷം രൂപയാണ് നഷ്ടം. നേരിട്ട് വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്യുന്നതിലാണ് കൂടുതലും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 60 ലക്ഷത്തിലധികം പേരുടെ വിവരങ്ങൾ ക്രോഡീകരിച്ചല്ല CAG ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ചെറിയൊരു വിഭാഗത്തിനിടയിൽ നടത്തിയ സർവേയിലാണ് ഇത്രത്തോളം ഗുരുതരമായ കണ്ടെത്തലുള്ളത്. ഇനി നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.